അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് പ്രൈസിൻ്റെ ഡെലിവറി അതാണ് നോക്കുന്നത്. ജസ്റ്റ് കഴിഞ്ഞ വീക്കിൻ്റെ അനാലിസിസ് ജസ്റ്റ് ചുമ്മാ എടുക്കാതെ അതിനകത്ത് നമുക്ക് പോസിബിൾ എൻട്രീസ് എന്തൊക്കെയായിരുന്നു എന്ന് കൺസിഡർ ചെയ്യാം. അതേപോലെ എങ്ങനെയാണ് കഴിഞ്ഞ വീക്കിൻ്റെ ഡെലിവറി എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് 2 പാർട്ട് കാണാം. ഒന്ന് ട്രേഡ്സ് ഒന്ന് ട്രേഡിംഗ് വ്യൂ, പിന്നെ ഞാൻ അടുത്ത ട്രേഡിൻ്റെ ജേണൽ, മൈ ട്രേഡ് ജേണൽ. ഇത് നമ്മുടെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ജേണൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതെനിക്ക് ഓപ്പൺ ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് നേരെ തിങ്കളാഴ്ചത്തേക്ക് പോവാണ്. തിങ്കളാഴ്ച മൺഡേക്ക് മുന്നേ നമുക്കൊരു ഫ്രൈഡേയിൽ എൻട്രി മൂല്യം പറയാം, ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഫ്രൈഡേയിൽ പ്രൈസ് നമുക്ക് ഈ ഒരു ടൈമിൽ, എൻ്റെ ടൈം ഇതാണ്, ഇവിടെ നമുക്കൊരു ബൈ ഉണ്ടായിരുന്നു. ആ ബൈ ഡേറ്റ് എന്ന് പറയുന്നത് 30, നമുക്ക് ഫ്രൈഡേയിൽ ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ ഇതല്ല, സോറി, മേലെ ഇതാണ് നമ്മുടെ ഒരു, ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ട്, ഒരു ഏരിയയിൽ ഇതാ സെൽ ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ട്രേഡ് അങ്ങനെയാണ്. പിന്നെ സെല്ലും ബൈ, ഇവിടെ ഒരു ബൈ, ആദ്യമേ നമ്മൾ ബൈ ഉണ്ടായിരുന്നു, ഇവിടുന്ന് നമ്മൾ ബൈ എടുത്തു, സെൽ ഓഫ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ സിൽവർ ബുള്ളറ്റാണ്, നമ്മുടെ സെൽ ഓഫ്. ഇതാണ് ആദ്യത്തെ ക്യാൻഡിൽ സെൽ ഓഫ്, ഇവിടെ സെൽ ഓഫ് ചെയ്തു, ഇവിടെ ബൈ. ഇതെല്ലാം എന്താണ് എൻ്റെ സെറ്റപ്പിൻ്റെ ബേസ്ഡ് എടുത്ത ട്രേഡ്സാണ്. പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ചത്തെയാണ് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ബിക്കോസ് അതാണ് വീക്കിൻ്റെ ആദ്യത്തെ ഡേ. പ്രൈസ് ഇവിടെ നമുക്കൊരു LRLയിൽ സെൽ ഓഫ് എക്സിറ്റ് ആയിട്ടുണ്ട്. ഇത് റീട്രേസ്മെൻറ്റിൽ ബ്രേക്ക് ഇവൻ സെല്ലടിച്ചാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് അടുത്ത ഡേ ആണ്, ട്യൂസ്ഡേയിലെ പ്രൈസിനും സെയിം സമയത്ത് തന്നെയാണ് ട്രേഡ്. ഒരു ഡേറ്റ് എന്ന് പറയുന്നത് എത്ര, 3-ാം തീയതി, 2-ാം തീയതിയിലത്തെ ഇത് ഇവിടെ ഉണ്ട്. 3-ാം തീയതിയിലത്തെ നോക്കാം. 2-ാം തീയതിയിലൊരു ക്ലോസ് സിൽവർ ബുള്ളറ്റിൻ്റെ NY ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ അതിനകത്ത് അതോടെ ജസ്റ്റ് നോക്കാം. ഇതായിരുന്നു ആ ട്രേഡ്. ജസ്റ്റ് സ്പീഡാക്കുവാണേ. ഓക്കെ, ഇതായിരുന്നു NYയിലെ ട്രേഡ്. ഇതിൻ്റെ എല്ലാം ലോജിക്ക് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇതാണ് ആ ട്രേഡ്. ഓക്കെ, അത് റെക്കോർഡിങ്സ് ആയതുകൊണ്ട് ഇത് വരത്തില്ല, ഫോട്ടോസ് ചിലപ്പോൾ ഇത് റെക്കോർഡിങ് ആവുകൊണ്ടില്ല, അറിയത്തില്ല, ബിക്കോസ് ഇത് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ എന്താണ് 3-ാം തീയതിയിലെ ലണ്ടൻ. 3-ാം തീയതി ലണ്ടൻ ഇതാ ഒരു ഏരിയയിലെ എൻട്രി ഒക്കെ അതിനകത്ത് കാണാം, നമുക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ കാണാൻ പ്ലാൻ ഇതാ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഈ ബൈ സെല്ല്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഡേ എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. വെനസ്ഡേ 4-ാം തീയതി, 4 സെപ്റ്റംബർ. നമുക്ക് നോക്കാം. 4 സെപ്റ്റംബർ ഇതിനകത്ത് ഉണ്ട് എൻട്രീസ് എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലാണെന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നോക്കട്ടെ. ഓക്കെ, നമുക്ക് ആ സെക്കൻഡ് പാർട്ട് കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ടിലാണ് എൻട്രി. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് എൻട്രി എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെയാണ് എൻട്രി വന്നിരിക്കുന്നത്. ഇതായിരുന്നു ആ ട്രേഡ്. ഓൾമോസ്റ്റ് ഒരു എനിക്ക് ഓർമ്മ വേണ്ടിയുടെ അത്യാവശ്യം ക്ലീൻ റണ്ണായിരുന്നു, അടിപൊളി ട്രേഡായിരുന്നു അത്.
ഒരു 1:3 റൺ ചെയ്തായിരുന്നു. അപ്പോൾ അതായിരുന്നു വീക്ക്. പിന്നെ വ്യാഴാഴ്ച നമുക്ക് ലണ്ടനിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച ലണ്ടനിലൊരു ട്രേഡ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത ലിറ്ററലി ഈ ഒരു ഏരിയയിലെ വ്യാഴാഴ്ച സെപ്റ്റംബർ 5 അല്ലേ വ്യാഴാഴ്ച? ഓക്കെ, 5 എന്ന് പറയുമ്പോൾ 5 റെക്കോർഡിങ്സ് നോക്കുമ്പോൾ ഇതിനകത്താണ് ലൈവ് ടൈപ്പ് ട്രേഡിങ്. ഇതിനകത്ത് ഓക്കെ നമുക്കൊരു ചെറിയൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. അത് 1:2 എടുത്തിട്ടുണ്ട്. ആ ഒരു ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരൊറ്റ ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിയാഴ്ച നമുക്ക് ട്രേഡില്ല, NFP ആയിട്ട് എൻട്രി എടുത്തില്ല. നിയോക്കിലെ പ്രൈസ് ഡെലിവറി ഞാനിവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നുള്ള ഒരു ബൈയും എക്സിറ്റും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് കഴിഞ്ഞ വീക്കിലെ അനാലിസിസ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ വീക്ക് നമ്മൾ പ്രൈസ് പ്ലേ അപ്പ് ചെയ്തത്. എനിവേ ഓവറോൾ നല്ലൊരു ഡെലിവറി ആയിരുന്നു. ഞാൻ ട്രേഡിംഗ് വ്യൂയിലേക്ക് മാത്രം പോവാം. ഓവറോൾ പ്രൈസ് ക്ലീൻ ഡെലിവറി ആയിരുന്നു. FOMCയും NFP ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വീക്കിൻ്റെ പ്രൈസ് ഡെലിവറി എന്താണെന്നുള്ളത് ജസ്റ്റ് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഏരിയാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വരുന്ന റീട്രേസ്മെൻറ്റ്, ഇവിടുന്ന് ഒരു ബുള്ള് വന്നതും ഈ വന്നതിൻ്റെ ഒരു ക്ലീൻ റീട്രേസ്മെൻറ്റ് എല്ലാം ഓക്കെയാണ്, എല്ലാം പക്കയാണ്. ബ്രേക്കർ മിറ്റിഗേഷൻ ബെയറിഷ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നു. നമുക്ക് നല്ല രീതിയിൽ സെൽ സൈഡ് ഉണ്ട്, നല്ല രീതിയിൽ റീട്രേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ നിയോക്കിൻ്റെ ലൈവ് വരുന്ന സമയത്ത് കുറച്ച് പേരോട് ചോദിച്ചായിരുന്നു, സാധാരണ നമ്മൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഇതിനെ നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ടല്ലേ കൺസിഡർ ചെയ്യുക, എന്തുകൊണ്ട് ഇതിനെ പിന്നെ ബൈ ചെയ്യാനായിട്ട് നോക്കിയില്ല, ഫുള്ള് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അത് ഈ ഒരൊറ്റ വീഡിയോയിൽ എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അത് പറയാൻ പറ്റില്ല. കുറേയേറെ കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്സും നീഡ് ടു ബി ഫിൽഡ് ആൻഡ് റീട്രേസ്മെൻറ്റ് ബാക്ക് അങ്ങനെയുള്ളൊരു സംഭവമല്ല. ഓക്കെ, നമുക്ക് IFEGs ഉണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക് അവേ ഗ്യാപ്സ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീക്ക് നമുക്ക് ഉണ്ടായിരുന്നത്. ഓവറോൾ നോക്കുമ്പോൾ പ്രൈസ് വലിയ കുഴപ്പമില്ലാത്ത ഡെലിവറി ആയിരുന്നു. എനിവേ നാളത്തെ തിങ്കളാഴ്ചത്തെ പ്രൈസിൻ്റെ ഡെലിവറിയുടെ കണ്ടിട്ട് ചൊവ്വാഴ്ച റെഡി ആയിരിക്കുന്നതാണ് കുറച്ചുകൂടെ ക്ലീൻ. പിന്നെ തിങ്കളാഴ്ച നല്ല എൻട്രീസും കാര്യങ്ങളും നല്ല രീതിയിലൊരു പിക്ചർ നമുക്ക് നിയോക്കിൽ തരുവാണെങ്കിൽ ഏഷ്യയിൽ തരുവാണെങ്കിൽ നമുക്ക് ലണ്ടൻ്റെ മാക്രോയൊക്കെ അപ്ലൈ ചെയ്യാം. സോ അതായിരുന്നു കഴിഞ്ഞ വീക്ക്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ജസ്റ്റ് ക്യുക്കായിട്ട് ഒരു വീഡിയോ എടുത്തു.